ബലിവസ്തുക്കൾ പ്രദക്ഷിണമായി കൊണ്ടുവരികയും കുരിശാകൃതിയിൽ ഉയർത്തുകയും ബലിപീഠത്തിന്മേൽ പ്രതിഷ്ഠിച്ച് ശോശപ്പ കൊണ്ട് മൂടുകയും ചെയ്യുന്നത് വഴി ഈശോയുടെ പീഡാനുഭവ യാത്രയും കുരിശുമരണവും സംസ്കാരവും നാം അനുസ്മരിക്കുന്നു. പെസഹാ രഹസ്യങ്ങൾ നാം ധ്യാന വിഷയമാകുന്നു. ഈ സമയത്ത് ആലപിക്കുന്ന ഗീതങ്ങളെ ദിവ്യരഹസ്യ ഗീതങ്ങൾ അഥവാ ഓനിസ ദ് റാസ എന്നാണ് വിളിക്കുന്നത്. മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ എന്ന ഗീതം മുതൽ നാം ബലിപീഠത്തെ ആവർത്തിച്ചു പരാമർശിക്കുന്നതിനാൽ ഈ ദിവ്യരഹസ്യ ഗീതങ്ങളെ ബലിപീഠ ഗീതങ്ങളെന്നും വിശേഷിപ്പിക്കാവുന്നതാണ്. ബലിപീഠത്തെങ്കിലെത്തുന്ന കാർമ്മികൻ ആദ്യം ചെയ്യുന്നത് പരിശുദ്ധ തൃത്വത്തെ സ്തുതിക്കുക എന്നതാണെന്ന് നാം കണ്ടു. ഇത് ഉചിതമാണ്. കാരണം മദ്ബഹ സ്വർഗത്തിൻ്റെയും മദ്ബഹായുടെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അൾത്താര ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെയും പ്രതീകമാണ്. യാക്കോബ് സ്വപ്നത്തിൽ കണ്ട കോവേണി പോലെ ഭൂസ്വർഗങ്ങളെ സന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ബലിപീഠം. വെളിപാട് 4-ാം അധ്യായം 2-ാം വാക്യത്തിലേതുപോലെ സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട വാതിലാണ് അൾത്താര. മാത്രമല്ല ബലിപീഠം അന്തിമ അത്താഴമേശയുടെയും കാൽവരിയുടെയും കർത്താവിൻ്റെ ഖബറിടത്തിൻ്റെയും പ്രതീകമാണ്. രക്ഷാകരവും അനന്തവുമായ സ്നേഹത്തോടെ ഈശോ മിശിഹാ സന്നിഹിതനായിരിക്കുന്ന ഇടമാണത്. ഒരർത്ഥത്തിൽ ഈശോ മിശിഹായാണ് യഥാർത്ഥ ബലിപീഠം. കാരണം അവനിലാണ് ദൈവത്തിന് സ്വീകാര്യമായ ജീവിത ബലിയർപ്പണം നടന്നത്. ദിവ്യരഹസ്യ ഗീതത്തിൻ്റെ 2-ാം ഭാഗം ആരംഭിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സമർപ്പിച്ചുകൊണ്ടാണ്. അതായത് പരിശുദ്ധ തൃത്വത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നാം ഇവിടെ മിശിഹായുടെ പെസഹാ രഹസ്യങ്ങളും മിശിഹായോടുകൂടെ ജീവിതം സമർപ്പിച്ചവരുടെ ജീവിതത്തിൻ്റെ ഭാഗധേയവും ധ്യാനിക്കുന്നത്. സഹനവും മരണവും കഴിഞ്ഞ് വിശ്വാസിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് നാം ഇവിടെ ഉത്തരം തേടുകയും അത് കണ്ടെത്തി ആഘോഷിക്കുകയുമാണ്. കുരിശിൻ്റെ വഴിയെ നടന്ന് ഈശോയോടുകൂടെ മരിച്ചവർ ഈശോയുടെ ഉയർപ്പിലും മഹത്വത്തിലും പങ്കാളികളായിരിക്കുന്നു. സഹന, മരണ, ഉത്ഥാന, മഹത്വീകരണ രഹസ്യമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. കുരിശിൽ ജീവൻ ബലിയായി നൽകിയവനും സംസ്കരിക്കപ്പെട്ടവനുമായ മിശിഹ ദൈവിക മഹത്വം ധരിച്ച് സ്വർഗത്തിൽ വാഴുന്നുവെന്നും ആരാധനാ സമൂഹത്തിന് സാന്നിധ്യമരുളുന്നുവെന്നും വിശ്വസിക്കുന്ന ആരാധനാ സമൂഹം ഇവിടെ ധ്യാനിക്കുന്നത് ഈശോയെപ്പോലെ ബലിജീവിതം നയിച്ചവർക്ക് എന്തു സംഭവിച്ചു എന്നാണ്. പരിശുദ്ധ ദൈവമാതാവ്, ശ്ലീഹന്മാർ, തോമാശ്ലീഹ, രക്തസാക്ഷികൾ, നീതിമാന്മാർ, സത്യവിശ്വാസത്തോടെ മരിച്ചവരെല്ലാവരും മിശിഹായോടൊപ്പം വിജയശ്രീലാളിതരായി വാഴുന്നു. വിജയം വരിച്ചവർ, മകുടം ചൂടിയവർ എന്നിങ്ങനെയാണ് അവരെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധ ബലിപീഠത്തിന്മേൽ അവരുടെ ഓർമ്മ ഉളവാകട്ടെ എന്ന് പറഞ്ഞാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഓർമ്മ എന്ന വാക്ക് ഇവിടെ അർത്ഥമാക്കുന്നത് അനുഗ്രഹകരമായ സാന്നിധ്യം എന്നാണ്. മഹിമ ധരിച്ച് മിശിഹായോടൊപ്പം വാഴുന്ന പരിശുദ്ധ മാതാവിൻ്റെയും ശ്ലീഹന്മാരുടെയും വിശുദ്ധരുടെയും എല്ലാം സാന്നിധ്യം നമുക്ക് അനുഗ്രഹപ്രദമാണ്. അവരുടെ എല്ലാം മാധ്യസ്ഥ്യവും അനുഗ്രഹവും യാചിക്കുകയാണ് നാം ഇപ്പോൾ. താതനും അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ.
സാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലോർത്തിടാം. സ്വർഗത്തിലെത്തിച്ചേർന്ന വിശുദ്ധരും നമ്മളും മിശിഹായോടൊപ്പം ഒരുമിക്കുന്നത് ദൈവത്തിലാണ്. ബലവാനും കർത്താവും രാജാവും നമ്മോടുകൂടെ എപ്പോഴും ഉള്ളവനുമായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം എന്ന് ഗാനം വ്യക്തമാക്കുന്നു. ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തൻ്റെ മഹത്വപൂർണമായ ഉത്ഥാനം വഴി മിശിഹാ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രത്യാശയിൽ നിദ്രവാപിച്ച് സകല മരിച്ചവരും കർത്തൃസന്നിധിയിൽ മഹിമയണിഞ്ഞു നിൽക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ കുർബാന വിശുദ്ധരുടെ കൂട്ടായ്മയുടെ ആഘോഷം കൂടിയാണ്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നാം വിശ്വസിക്കുന്നു. വിജയസഭയിലും സഹനസഭയിലുമുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുർബാനയിൽ നമ്മൾ ദൈവത്തോട് മാത്രമല്ല സകല വിശുദ്ധരോടുമുള്ള നമ്മുടെ ബന്ധവും ഐക്യവും ആഘോഷിക്കുകയാണ്. ഇത് യഥാർത്ഥ ആരാധനയുടെ, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയുടെ സ്വഭാവമാണ്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 22 മുതൽ 24 വരെ വാക്യങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ മലയിലേക്കും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും എണ്ണമറ്റ മാലാഖമാരുടെ ഉല്ലാസക്കൂട്ടത്തിലേക്കുമാണ്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയിലേക്കും സകലരുടെയും ദൈവമായ വിധിയാളൻ്റെ സന്നിധിയിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ ഈശോയുടെ മുമ്പിലേക്കും ആബേലിൻ്റെ രക്തത്തേക്കാൾ മെച്ചമായത് സംസാരിക്കുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സകല വിശുദ്ധരോടും മാലാഖമാരോടും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും ഒത്തുചേർന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത് എത്ര മനോഹരമാണ്. ഇതാണ് ആദ്യന്തം കുർബാന നമുക്ക് നൽകുന്ന അനുഭവം. സ്വർഗീയ കൂട്ടായ്മയുടെ മുന്നാസ്വാദനമാണിത്. ദിവ്യരഹസ്യ ഗീതം പ്രത്യാശാഗീതവുമാണ്. കാരണം മിശിഹായെ അനുകരിച്ച് ബലിജീവിതം നയിച്ച ആരും പരാജയപ്പെട്ടിട്ടില്ല എന്നിത് പ്രഘോഷിക്കുന്നു. അവരെല്ലാവരും മഹിമയണിഞ്ഞ് സ്വർഗത്തിൽ നിൽക്കുന്നു. ഇത് നമ്മെ പ്രത്യാശാഭരിതരാക്കുന്നു. നാമും അവിടെ എത്താനുള്ളവരാണ്. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പ്രസാദിപ്പിക്കുകയാണ് ഈ വിശുദ്ധഗണത്തിൽ എത്തിപ്പെടാനുള്ള മാർഗമെന്ന് ഗാനം സൂചിപ്പിക്കുന്നു. ദിവ്യരഹസ്യ ഗീതത്തോട് ചേർന്ന് വിശ്വാസപ്രമാണം ചൊല്ലുന്നത് പ്രസക്തമാണ്. കാരണം വിശുദ്ധരെ സ്വർഗത്തിലെത്തിച്ചത് അവരുടെ വിശ്വാസ ജീവിതമാണ്. ഏതൊരു വിശ്വാസപ്രമാണമാണോ അവർക്ക് വഴികാട്ടിയായി വർത്തിച്ചത്
അതേ വിശ്വാസ പ്രമാണമാണ് സഭ ഇവിടെ ഏറ്റുപറയുന്നത്. വിശ്വാസ പ്രഘോഷണത്തിന് ശേഷം 3 പ്രാവശ്യം കുനിഞ്ഞ് ആചാരം ചെയ്ത് പൊതുവായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കാർമ്മികൻ ബലിപീഠത്തെ സമീപിക്കുന്നു.